ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബഷീർ ദിനക്യൂസ് 2026 പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 മുതലുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അത് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15 ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബാല്യകാല സഖി ആദ്യമായി പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാണ്? ഉത്തരം ഇംഗ്ലീഷിൽ. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? ഉത്തരം P.A. ബക്കർ. പി. ഭാസ്കർ സംവിധാനം ചെയ്ത ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയാണെന്ന് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഉത്തരം ഇമ്മിണി ബല്യ 1. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ച പ്രശസ്ത മലയാള നടൻ ആരാണ്? ഉത്തരം മമ്മൂട്ടി. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകാൻ ഉദ്ദേശിച്ച പേരെന്താണ്? ഉത്തരം ആകാശമിഠായി. ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ഉത്തരം ബാലാമണി അമ്മ. ബഷീർ വിവാഹിതനായ വർഷം ഏതാണ്? ഉത്തരം 1958. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്താണ്? ഉത്തരം കടുവക്കുടി ഗ്രാമം. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കി മാറ്റിയ സംവിധായകൻ ആരാണ്? ഉത്തരം P.A. ബക്കർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബഷീർ ദിനക്യൂസ് 2026 പാർട്ട് 3യിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ബഷീർ ദിനക്യൂസ്, വായനാ ദിനക്യൂസ്, ലഹരി വിരുദ്ധ ദിനക്യൂസ്, അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പാർട്ട് 4 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.